എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ LDC നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇന്ന് 20ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്നിട്ടുള്ള LDC നിലവാരത്തിൽ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, തീർച്ചയായിട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക, അത് ഒന്ന് വീണ്ടും ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ. പേപ്പർ മറിക്കാനല്ല, പഠിച്ചു വെക്കുക കേട്ടോ. പഠിച്ചു വെക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ ഒരിക്കലും എക്സാം ഹാളിൽ എന്നിട്ട് സാധ്യപ്പിച്ചിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വീണ്ടും ഒന്ന് നോക്കിയതാണെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അത് നിങ്ങളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, റിവിഷൻ മസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇപ്പൊ ഏതാണ് നമ്മുടെ ടോപ്പിക് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഭരണ സംവിധാനം നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു കേട്ടോ. 5 മാർക്കിനുള്ളത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം അടിസ്ഥാനം മുതൽ കേട്ടോ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഭരണ സംവിധാനം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ജോഗ്രഫി കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. 4 മൊഡ്യൂളും ഏകദേശം ഒരു മൊഡ്യൂൾ കഴിഞ്ഞു, 2 മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോകുള്ളൂ കേട്ടോ. ഇടയിൽ വെച്ച് ഞാൻ ഓരോ ടോപ്പിക്കുകൾ ചെയ്യില്ല. കാരണം എക്കണോമിക്സ് രണ്ടാമത്തെ ക്ലാസ് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ സാമ്പത്തിക രംഗം എന്നുള്ളത്. അടുത്തത് പഞ്ചവത്സര പദ്ധതികളാണ്. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പോയിന്റ് നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ, മീററ്റിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ് കേട്ടോ, ചോദിച്ചിട്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ബഹദൂർ ഷാ രണ്ടാമനാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യക്കാരൻ നമ്മൾ ഇന്നലെ കൂടി പഠിച്ചതാണ് അല്ലേ, ദാദാഭായ് നവറോജി. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന എന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വ്യക്തിയാണ് മാഡിസൺ, ജെയിംസ് മാഡിസൺ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏതു രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഏതാണ്? റഷ്യ അല്ലെ, റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം, ഇതൊക്കെ എന്താണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്കില് ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയത് ആര്? അതും പഠിക്കണം. ആരാണ്? നീരജ് ചോപ്ര. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. പിന്നെ ഭൗമഘടനയിൽ മോഹോർ വിച്ഛിന്നതയെ സംബന്ധിച്ച ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരി ആയിട്ടുള്ള പ്രസ്താവന, ശരിയായതാണോ തെറ്റായതാണെന്നുള്ളത് ആദ്യം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഏതാണ് നൽകിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, സോറി. ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയെന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ ഈ 4 പോയിന്റും നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ ടിക്ക് ചെയ്ത് 4 ശരിയാണെന്ന് പറഞ്ഞിട്ട് പോകല്ല. അപ്പൊ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നത് മോഹോ വിച്ഛിന്നതയാണ്. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങിയിട്ട് 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ, ഇത് ശ്രദ്ധിക്കണം ട്ടോ, ഈ പോയിന്റ് ശ്രദ്ധിക്കണേ, അർദ്ധദ്രാവ അവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിച്ഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് മോഹോ വിച്ഛിന്നത. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്ന നദി? നമുക്കറിയാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന. അവിടെ ചോദിച്ചിരിക്കുന്നുണ്ട് നോക്കിയേ, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു അല്ലെ. സിന്ധു. ഗംഗയും ബ്രഹ്മപുത്രയും എവിടേക്കാണ്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും, സിന്ധു. തിരുവനന്തപുരത്തെ ഭൗമ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ
ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖല ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു? അച്ചൻകോവിൽ എന്ന് ആരാണ്? അഗസ്ത്യമല അല്ലെ? അഗസ്ത്യമലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായി താപവൈദ്യുത നിലയം അല്ലെ കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ലഡാക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് NTPC-യുമായിട്ട് കരാർ ഒപ്പിട്ട കേന്ദ്രഭരണ പ്രദേശം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ തന്നെ നമുക്ക് അറിയും അല്ലെ? ശരിയായ പ്രസ്താവന രണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് വിടണം അല്ലെ? പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ കഴിയും? താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദിച്ചിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇവിടെ ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ രണ്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കട്ട് ചെയ്ത് വിടണം. A ഓപ്ഷനിൽ 2 ഇല്ലേ? കട്ട് ചെയ്ത് വിട്ടു. B ഓപ്ഷനിൽ 2 ഇല്ല അല്ലെ? സിയിൽ നോക്കിക്കേ 2 ഉണ്ട്, കട്ട് ചെയ്ത് വിട്ടു. ഇനി ഇവിടെ നമുക്ക് ഏതാണ് ആൻസർ ചെയ്യാനുള്ളത്? ബിയും ഡിയും മാത്രമാണ് ചെയ്യാനുള്ളത്. ഓക്കെ. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ് അല്ലെ? പ്ലാനിംഗ് കമ്മീഷനു പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് കണ്ടോ? അവിടെ 2015 2015 ജനുവരി 1-നാണ് ഏത് വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ 4ഉം എന്താണ് ഇവിടെ? തെറ്റാണ് അല്ലെ? 2ഉം 4ഉം എന്താണ്? തെറ്റാണ്. ഇത് അവിടെ നോക്കിക്കേ, ഡി ഓപ്ഷനിൽ 4 വന്നില്ലേ? കട്ട് ചെയ്ത് വിട്ടു. അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ്. രണ്ട് ഓപ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റൂ? ഫസ്റ്റ് എന്ത് ചെയ്തു? ഒഴിവാക്കാൻ പറ്റിയില്ലേ? ഇനി ചേരുംപടി ചേർക്കുക. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം. കറക്റ്റ് ഇത് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ചേരുംപടിയാണ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഹരിത വിപ്ലവം ഇതാണ് ഭക്ഷ്യ ഉൽപാദനമാണ്. അപ്പൊ തന്നെ നമുക്കറിയണം ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനം അറിയാമെങ്കിൽ A എന്നുള്ളത് ഏതാണ്? 3 എന്നുള്ളത് വരണം. ഇവിടെ A3 എന്നുള്ളത് 3 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇത് എന്ത് ചെയ്തു? അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. C വേണ്ട. ഇനി നമുക്ക് Aയും Bയും Dയും മാത്രം നോക്കിയാൽ മതി അല്ലെ? ധവള വിപ്ലവം എന്താണ്? ധവള വിപ്ലവം പാലുൽപാദനമാണ് അല്ലെ? ധവള വിപ്ലവം പാലുൽപാദനമാണ്. B ഏതാണ്? 2 പാലുൽപാദനം. അടുത്ത നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. സി ഏതാണ്? 1 ആണ് അല്ലെ? സി 1 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ എന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏറ്റവും അറിയാവുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നോക്കുക. അറിയാവുന്നത് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഓരോരുത്തരും, ഞാനിപ്പോ എന്നെക്കാൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കുട്ടികളുടെ നമ്മളെക്കാൾ കഴിവുള്ളവർ ഉണ്ട് അല്ലേ? നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ എന്നേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പിള്ളേരാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കേ, ഈ നീല വിപ്ലവം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവുന്നതാണ് ഏത്? നീല വിപ്ലവം. നീല വിപ്ലവം എപ്പോഴും എന്താണ്? മത്സ്യ ഉൽപാദനമാണ് അല്ലേ? അപ്പോൾ എന്തായാലും സി ആൻസർ എന്ത് വരണം? 1 വരണം അല്ലേ? സി ആൻസർ 1 വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് നോക്കിക്കേ? സി 1 ഉള്ളത്. എയിൽ നോക്കിക്കേ, എയിൽ സി 1 ആണോ? അല്ല, 5 ആണ് അല്ലേ? ബിയിലോ സി ഏതാണ്? 2 ആണ്. ഇവിടെ ആൻസർ ഡിയിൽ മാത്രമേ ഉള്ളൂ സി 1 എന്നുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഹരിത വിപ്ലവം നോക്കണ്ട, ധവള വിപ്ലവം നോക്കണ്ട, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം ഒന്നും നമുക്ക് എന്ത് ചെയ്യണ്ട? നോക്കേണ്ട ആവശ്യമില്ല. സി 1 നീല വിപ്ലവം മത്സ്യ ഉൽപാദനം എന്ന ഓപ്ഷൻ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് എത്താനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ രേഖപ്പെടുത്താൻ നമ്മൾ പറഞ്ഞു അല്ലേ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നന്നായി പഠിച്ചു വെക്കണം, അറിയാത്തത് എഴുതി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ്. എക്സാമിന്റെ ടൈം ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. പഞ്ചവത്സര പദ്ധതി എല്ലാ പോയിന്റും കോർത്തിണക്കിയിട്ട് അടുത്ത ക്ലാസ് ഉടനെ, ഈ ക്ലാസ് കഴിഞ്ഞത് അടുത്ത ക്ലാസ് പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മുടെ ഇന്ത്യൻ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അതിൽ സാമ്പത്തിക രംഗം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് വരുന്നതെന്നാല് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ക്ലാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇട്ട് തരാം കേട്ടോ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 2, 3 സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനിക വൽക്കരണത്. ഒരുപാട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. SCRT-ൽ ഈ 3 പോയിന്റ് കിടക്കുന്നുണ്ട് കേട്ടോ. കയറ്റുമതിയൊന്നും വരുന്നില്ല, എക്സ്പോർട്ട് വരുന്നില്ല. സാമ്പത്തിക വളർച്ചയും സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. അറിയാത്തവരുണ്ടെങ്കിൽ ഹെഡിങ്ങിൽ ഇന്ത്യ 5 ഇയർ പ്ലാൻ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്താൽ മതി, അല്ലാണ്ട് ഇതിങ്ങനെ എഴുതി വെക്കരുത്. 5 ഇയർ പ്ലാൻ താഴെ സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്ന് എഴുതി വെക്കണം കേട്ടോ. ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ, ജനാധിപത്യ ഗവൺമെന്റ് അല്ല, ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 4ഉമാണ്. 2, 4 തെറ്റ് വായിച്ചു വെക്കരുത് കേട്ടോ. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. പക്ഷെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആകുമ്പോൾ അവിടെ എന്താകും? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും, അവകാശങ്ങളും പരിമിതമായിരിക്കും. അല്ല, ജനാധിപത്യ ഗവൺമെന്റ് ആണ്, ജനങ്ങൾക്കാണ് അവിടെ അവകാശം. ഓക്കെ. പിന്നെയോ, ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതില് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും നമുക്കിതിൽ എളുപ്പം ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഇതെങ്ങനെ വരും? ജനാധിപത്യ ഗവൺമെന്റ് അല്ല, അല്ലേ? ആണല്ലോ, ജനാധിപത്യ ഗവൺമെന്റ് അല്ല. ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ നോക്കിയേ, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം ജനാധിപത്യ ഗവൺമെന്റിൽ ഇത് പരിമിതമായിരിക്കില്ല, അല്ലെ? പക്ഷെ ഒരു ജനാധിപത്യേതര ഗവൺമെന്റ് ആകുമ്പോൾ അവിടെ ജനങ്ങളുടെ അവകാശം എന്തായിരിക്കും? പരിമിതമായിരിക്കും. അപ്പൊ 2 എന്നുള്ള ഓപ്ഷൻ എന്താണ്? എന്തായാലും ശരിയായിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ 2 എന്നുള്ള ഓപ്ഷൻ 1-ലുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരില്ല. ഇതിൽ 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇതിൽ 2 ഉണ്ടോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൈം പോകുന്നില്ല, നമുക്ക് മാർക്ക് നെഗറ്റീവ് ആകുന്നില്ല, മാർക്ക് തെറ്റ് വരുന്നില്ല, നമുക്ക് 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം ഓരോ സ്റ്റേറ്റ്മെന്റ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അടുത്ത് പറയാൻ പോകുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യണം. നിങ്ങൾ എന്നിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കണം. എങ്കിലേ നമുക്ക് എക്സാം ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ആദ്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്നത് അണ്ടർലൈൻ ചെയ്യാം. നോക്കിക്കേ, ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 17ാമത്തെ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ചോദ്യം. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഒന്ന് നോക്കിക്കേ, ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവയാണ്. ശരിയല്ലേ? നിയമം നിർമ്മിക്കുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതിയും രാജ്യസഭ, ലോകസഭ. ഇതറിയാവുന്ന ഒരു വ്യക്തിക്ക് 1 എന്നുള്ള ആൻസർ ശരിയാണ്, അല്ലേ? അപ്പൊ 1 എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള വരണം. അപ്പൊ ഇവിടെ നോക്കിയേ, 2B-ലുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ഇത് തെറ്റാണ്. ഓക്കെ, നോക്കിക്കേ, കണ്ടോ? പിന്നെ D-ലുണ്ടോ? 1 എന്നുണ്ടോ? ഇല്ല. ഇതും തെറ്റിട്ടു. നമുക്ക് ഇനി എയും സിക്കും മാത്രം നോക്കിയാൽ മതി. ഇനി ഇവിടെ ആൻസർ നോക്കിയേ, 2 ശരിയാണ്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞു. ഇവിടെ ആൻസറേ കഴിഞ്ഞു. കണ്ട, 1ഉം 2ഉം എത്തിയത് തന്നെ എന്തായി? നമ്മൾ ആൻസറിലേക്ക് എത്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. എങ്ങനെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക? ഓപ്ഷൻ ബി പ്രകാരമായിരിക്കണം. 3ാമത് നോക്കിക്കേ, ഓപ്ഷൻ ബി ഏതാണ്? ഫസ്റ്റ് 3 നോക്കിക്കേ, തെരഞ്ഞെടുപ്പ് ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കണം. വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. 3 വന്നു. അടുത്തത് ഏത് ചെയ്യണം? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. അടുത്ത ഏത് ചെയ്യണം? നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. അടുത്തതോ? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ഇങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ക്വസ്റ്റ്യൻ 19 നോക്കിക്കേ, ഏതാണ് ആൻസർ വരിക? എ ആണ് കേട്ടോ. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരി. ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ. 2, 3. 2 എന്താണ്? സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം. പിന്നെയോ
അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഈ രണ്ടും മൂന്നുമാണ് ഏതിൽ വരുന്നത്? മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 2, 3 എന്നിവ എന്താണ് ഇവിടെ ശരിയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരി ആയത് ഏവ എന്ന് കണ്ടെത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായിട്ട് ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ 1, 4 എന്നിവ ശരിയാണ്. 395 അനുച്ഛേദം, 22 ഭാഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം ശരിയാണ്. തെറ്റ് വായിച്ചു വെക്കരുത്. 2ഉം 4ഉം ശരിയാണ്. 2 ഏതാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ. നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റി വന്ന വർഷം ഏതാണ്? ഏതാണ് ഓർമ്മയുണ്ടോ? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് അല്ലേ? ദുരന്ത നിവാരണ നിയമം നിലവിൽ വരുന്നത് 2005. അങ്ങനെ നമ്മൾ ക്ലൂ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. പിന്നെ 4 ഏത് വരുന്നുണ്ട്? സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ആണല്ലേ? റവന്യൂ മന്ത്രിയാണ്. പിന്നെ നോക്കിക്കേ, ഇതിൽ നോക്കി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇതെങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യാൻ കഴിയും? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം അല്ല, അത് നമുക്ക് അറിയാം. ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല അല്ലേ? അത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് 1 എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 എന്ന ഓപ്ഷൻ വരുന്നത് എന്താണ്? തെറ്റിടണം. ഇവിടെ 1 എന്ന ഓപ്ഷൻ വന്നില്ലേ? ഏല് ഇതല്ല ആൻസർ. ഇതിൽ 1 വന്നില്ലേ? 1 വന്നില്ലേ ഇവിടെ? അത് തെറ്റാണ്. ഇവിടെ 1 വന്നില്ലേ? അത് തെറ്റാണ്. ഇവിടെ 1 വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ആൻസർ. പിന്നെ വേറെ 3 ഓപ്ഷൻ നമ്മുടെ വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡിയിലേക്ക് പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റും. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളൂ. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. 1 മാത്രം ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം. ഫയലുകളും ലോ ബുക്കും എന്താണ്? 2005 നിയമപ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽപ്പെടുന്ന കാര്യമാണ്. കോടതി പരിഗണനയുള്ളവൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തുവിടാനായിട്ട് പറ്റില്ല. രാജ്യസുരക്ഷയും അഖണ്ഡതയും പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങള് പുറത്തു പറയാൻ പറ്റില്ല, പുറത്തു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ ഒക്കെ എന്താണ്? നമുക്ക് ഒഴിവാക്കി വരുന്നത്. 3 വന്നില്ലേ? ഇതവിടെ 3 വന്നില്ലേ? അങ്ങനെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം പക്ഷെ നമ്മൾ സിലബസ് വൈസ് ടോപ്പിക് പഠിച്ചിട്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എലിമിനേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ ഇതാണ് കേട്ടോ, 1, 4 പറഞ്ഞു പോവാം. പക്ഷെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരണ്ടേ. അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴും അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതും കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. അപ്പൊ എനിക്കും കൂടുതൽ അറിവ് കിട്ടുമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ എനിക്കും കൂടി അഭിപ്രായങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വനവൽക്കരണം കേട്ടോ. ജലസംരക്ഷണവും എഴുതി വെക്കണം. അറിയാത്തവർ ഹരിത കേരള മിഷൻ കൊടുക്കുക. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി, ഇതൊക്കെ ആർക്കാണ്? ഹരിത കേരള മിഷനിൽ ഉൾപ്പെടുന്നതാണ്. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നും ഇല്ലാത്ത ദഹനഗ്രന്ഥി കരളാണ്. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരളാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മുടെ ബ്ലഡില് കാൽസ്യം കുറഞ്ഞാൽ എന്ത് രോഗമാണ് ഉണ്ടാകുക എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ടെറ്റനിയാണ്. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് ഒരു ബാക്ടീരിയ ആണ് രോഗകാരിയായിട്ട് വരുന്നത്. ലെപ്റ്റോസ്പൈറ. എംഫിസിമ എന്ന രോഗത്തിന് കാരണം പുകവലിയാണ് കേട്ടോ. എംഫിസിമ എന്ന രോഗത്തിന് കാരണം ഏതാണ്? പുകവലിയാണ്.
നാലാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയായ ഇന്ത്യൻ നഗരം. നാലാമത് ഇന്തോ, നമ്മളൊക്കെ ഇങ്ങനെ ഒരു കറണ്ട് അഫയർ കണ്ടുമ്പോൾ ഇന്നോ ഹെൽത്ത് ഡയലോഗ് അന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് വിചാരിക്കും അല്ലേ? ഞാനൊക്കെ ചിന്തിച്ചിരിക്കും കേട്ടോ. നാലാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കാണുക. എഫ് കാണാൻ പറയാം. എഫ് കാണാൻ എന്ത് ചെയ്യും? സിയിലെ 30/2 എന്ത് കൊടുക്കും? 15 അല്ലെ? 15 സെന്റിമീറ്റർ. തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം. തുലന സ്ഥാനത്ത് നിന്നാണ്, ആയതിയാണ് കേട്ടോ. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ആയതി. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35°C. അതായത് ഒരു ദിവസം ശരാശരി അന്തരീക്ഷ താപനില 35°C ആണെങ്കിൽ അത് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്ര എന്നാണ് ചോദ്യം. 95° ഫാരൻഹീറ്റ് ആണ്. 35 ആകുമ്പോൾ 95, 35, 95 കേട്ടോ. 35, 95. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം സി 5. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരുണ്ടിട്ടല്ലേ നമ്മൾ 5 എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക? അങ്ങനെ നമ്മൾ അതൊക്കെ കണക്കാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ കണക്കാക്കി വെക്കണേ, അന്നത്തേനെ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാം പഠിക്കുന്നൊന്നും എവിടെ എത്തില്ല. ഓക്കെ, 5 നമ്മൾ ഉരുണ്ടിട്ടല്ലേ, അപ്പൊ pH മൂല്യം 5 കേട്ടോ. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം. എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ ആണ്. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കുന്നത്? ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാതെ? അമോണിയാണ് കേട്ടോ. അമോണിയയിലാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്. അപ്പൊ ഉപയോഗിക്കുന്നത് ഏതൊക്കെ വരും? ക്ലോറിൻ വരും, സൾഫർ ഡൈ ഓക്സൈഡ് വരും, ഹൈഡ്രജൻ ക്ലോറൈഡ് ഒക്കെ വരും. ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത് സ്റ്റെഫി ഗ്രാഫ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിന് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം. സ്വതന്ത്ര ഭാരതത്തിലാണ് 37ാമത്തെ KD ജാദവ് ആണ് കേട്ടോ. ആരാണ് 37ാമത്തെ? KD ജാദവ്. ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ്? വയലാർ രാമവർമ്മ അല്ലെ. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. 2021 ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏതിലേക്കാണ്? 2023 LD നിലവാരത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്കയാണ്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ് അല്ലെ. ഗൂഗിൾ ആണ്. നമ്മൾ ഇതിൽ തിരയുന്നത്, സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി. ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി. റീഡ് ഓൺലി മെമ്മറി. റോം അല്ലെ. റോം ആണ് കേട്ടോ. ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി റോം ആണ്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു ലാംഗ്വേജ് പ്രൊസസർ ആണ് കേട്ടോ. ഒരു ലാംഗ്വേജ് പ്രൊസസർ ആണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും എല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ സി ഫിഷിംഗ്. എന്താണ്? ഫിഷിംഗ്. അവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം? 1 മുതൽ 4 വരെയുള്ളവ. നമ്മളിവിടെ മുതലും കാണില്ല, വരെയും കാണില്ല അല്ലെ. എക്സാമിന് കാണുമോ? ഇതൊന്നും നമ്മുടെ കണ്ണിൽ കാണില്ല. ഇതൊക്കെ വീട്ടിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുതലും വരെയൊക്കെ ഉണ്ടല്ലേ, അയ്യോ അത് പോയി. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്ത് കളിക്കും, ഞാൻ മുതലും കണ്ടില്ല, വരെയും കണ്ടില്ല, ആൻസറും പോയി. എന്താണ് അല്ലെ? അപ്പൊ ഏതാണ്? 1 മുതൽ 4 വരെ. നമ്മൾ വിചാരിക്കും 1 ഉം 4 ഉം. ഇവിടെ ആൻസർ ഒന്നുമില്ല, അതാ വിട്ടു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സമയം നമ്മൾ ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്മൾ ആൻസറിലേക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരു നിശ്ചിത സമയം കിടക്കണം. നമ്മുടെ എടുത്തുചാട്ടമാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവിലേക്ക് പോകുന്നത്. എടുത്തുചാട്ടം അത് എനിക്കും ഒരുപാടുള്ളതാണ്, അതുകൊണ്ട് പറയുന്നതാണ്. 1 മുതൽ 4 വരെ ഉള്ളവയാണ് കേട്ടോ. സർക്കാരിന്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിന്റെ വിവിധ കരാറുകൾ, പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ ഒക്കെ വിവരം എന്നതിന്റെ പരിധിയിൽ
പരിഗണിക്കപ്പെടുന്നവയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായിട്ട് പരിഗണിക്കപ്പെടുന്നവർ ആരൊക്കെയാണ് ഒരു ഉപഭോക്താവായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് 1 ഉം 3 ആണ് കേട്ടോ. 1 ഉം 3 ഉം. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയും ആരാണ്? ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഉപഭോക്താവാണ്. ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളും ഒരു ഉപഭോക്താവാണ്. അപ്പൊ സൂചന 1 ഉം 3 ഉം ശരിയാണ്. 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിലുള്ള നിർവചനം? സി ആണ്. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായിട്ടുള്ള അവകാശങ്ങളാണ് ഏതിൽ വരുന്നത്? 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം ബാലാവകാശം എന്നതിനുള്ള നിർവചനം. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ സൂചനകളും പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ശാരീരിക പീഡനം, ഗാർഹിക പീഡനം അല്ലേ? വൈകാരിക പീഡനം, മനസ്സിൽ വേദനിപ്പിക്കുന്നത് വൈകാരിക പീഡനം, ഒരു ഗാർഹിക പീഡനം അല്ലേ? സാമ്പത്തികമായിട്ടുള്ള പീഡനം, ലൈംഗിക പീഡനം, ഏതാണ്? ഇതെല്ലാം സാമ്പത്തിക പീഡനമാണ് കേട്ടോ. എല്ലാം ഗാർഹിക പീഡനമാണ്. 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? മേൽ പ്രസ്താവിച്ച കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കേട്ടോ. ഓപ്ഷൻ ഏതാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് 2019 ബാലാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത്. അടുത്തത് CBA FED, അത് നമുക്ക് ഏത് വരുന്നതാണ്? ഇതിൽ വരുന്നതാണ് കേട്ടോ. മാത്സിൽ വന്ന് പെട്ടതാണ്. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന എക്സാമിലായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അറിയാലോ, സപ്ലൈകോയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നമ്മൾ നമുക്കും പഠിക്കാനുണ്ട് അല്ലേ? 2013 പ്രാബല്യത്തിൽ വന്നത് 2013 ജൂലൈ 5 കേട്ടോ. നമുക്ക് 2013 അറിയാം, പക്ഷെ ഈ മാസവും ഡേറ്റ് എത്തുമ്പോൾ നമ്മൾ അവിടെ കിടന്നിട്ട് ചിന്തിക്കില്ല. അപ്പൊ ജൂലൈ 5 കേട്ടോ ഭക്ഷ്യ ഭദ്രതാ നിയമം. ജൂലൈ 5. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2011 സെക്ഷൻ 10 പ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടെത്തേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ് മുൻഗണനാ വിഭാഗങ്ങളെ കണ്ടെത്തേണ്ടത്. സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ D. മോഹൻകുമാർ ആണ്. അന്ത്യോദയ അന്ന യോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീയതി. ഓക്കെ, അന്ത്യോദയ അന്ന യോജന, അന്ത്യോദയ അന്ന AAY പറയും കേട്ടോ. AAY കാർഡുകൾ AAY നമ്മൾ BPL കാർഡ് ഉണ്ട്, റോസ് കളറിൽ. അതിൻ്റെയും താഴെ യെല്ലോ കളറിൽ വരുന്ന കാർഡാണ് ഏത്? AAY കാർഡ്. വന്നത് എപ്പോഴാണ്? 2000 ഡിസംബർ 25. 2000 ഡിസംബർ 25 കേട്ടോ. അടുത്തത് കേരള ലക്ഷ്യ അധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ ഉത്തരവ് 2021 ഏത് ഉത്തരവിന്റെ പരിഷ്കരിച്ച രൂപമാണ്? ഈ പൊതുവിതരണ സമ്പ്രദായം പറയുമ്പോൾ നമ്മുടെ റേഷൻ കടയൊക്കെ ഇല്ലേ, അതാണ് ഈ പൊതുവിതരണ സമ്പ്രദായം. 1965 വന്നിരിക്കുന്നത് ആണ് തോന്നുന്നു കേട്ടോ. 1965 ആണ്. ഓക്കെ, അപ്പൊ 2021 ഉത്തരവിന്റെ പരിഷ്കരിച്ച രൂപം ഓപ്ഷൻ എ ആണ്. കേരള റേഷനിങ് ഓർഡർ 1966. അതെ 65. ഇപ്പൊ റേഷനിങ് ഓർഡർ 66. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 9. ഈ 9 കണക്ട് ചെയ്യണേ. ഓഗസ്റ്റ് 9, ഇവിടെ 8, 9, 8, 9 കേട്ടോ. 9, 8, 9 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് പറയുന്നത് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? എവിടെയാണ് പറയുന്നത് ഇത്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്കാണ്? 10 കോടിക്ക് മുകളിലാണ് കേട്ടോ. 10 കോടിക്ക് മുകളിലാണ്. ക്ലാസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സുപ്രധാന നിയമങ്ങൾ വ്യക്തമായിട്ട് എടുത്ത് പഠിച്ചു പോകണം. അടുത്തത് 2021 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം നേടിയത് ശകുന്തള ഹറസ്കിങ് തിൽസ്റ്റെഡ്. ശകുന്തള പഠിച്ചാൽ മതി കേട്ടോ. ശകുന്തള കേട്ടോ. ഓപ്ഷൻ എ 2021 വേൾഡ് ഫുഡ് പ്രൈസ് ആർക്കാണ്? ശകുന്തള. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BISന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിക്കുന്നത്? ബി ന്യൂഡൽഹിയാണ് കേട്ടോ. ഡൽഹിയിലാണ് BISന്റെ ആസ്ഥാനം. BIS.
KTPDS കൺട്രോൾ ഓർഡർ 2021 പ്രകാരം റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന ലൈസൻസിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ്. ഓപ്ഷൻ എ. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. കാരണം ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ഇതൊക്കെ പഠിക്കാനില്ലേ, GST ഒക്കെ പഠിക്കാനില്ലേ, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? എപ്പോഴാണ്? 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അനുവദിച്ചു നൽകിയ അംഗങ്ങളുടെ സംഖ്യാപരിധി 1.54 കോടി. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോന്നി, പത്തനംതിട്ട കോന്നിയിലാണ്. ദേശീയ തലത്തിലാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവൻ സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ച വർഷം 1974. ആരുടെ ശുപാർശ പ്രകാരമാണ്? ഇത് നോക്കിക്കേ, ഇവിടെ ശുപാർശ എന്നല്ലേ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ മലയാളത്തിൽ 10 മാർക്കിൽ അവരെന്താ പറയാറുള്ളത്? ശുപാർശ എന്നിട്ട് നമുക്ക് ഒരു തെറ്റ് മാർക്ക് അങ്ങോട്ട് തരും അല്ലേ? ശരിക്കും എങ്ങനെ ശുപാർശ എന്നല്ല, നമ്മൾ ഇത് ശുപാർശ എന്നാണ് ചെയ്യുന്നത് അല്ലേ? ശുപാർശ എന്നല്ലേ ചെയ്യേണ്ടത്. എന്താ അപ്പൊ അവര് ശുപാർശ എന്നിട്ട് നമുക്കിത് പരാതി കൊടുക്കണം കേട്ടോ. നമുക്ക് എല്ലാവരും കൂടിയിട്ട് പരാതി കൊടുക്കണേ. ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ. ആരും പരാതിക്കൊന്നും പോകണ്ട, നമുക്ക് എക്സാം വരുമ്പോൾ ശുപാർശ എന്ന് എഴുതിയാൽ മതി കേട്ടോ. കേന്ദ്ര സർക്കാർ ഷാ എന്നിട്ടിട്ട് വള്ളി ഇടണം കേട്ടോ. അതാണ് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഇതാണ്ടോ, ഞാൻ ഇതാണ് പറഞ്ഞത് കേട്ടോ, ശുപാർശ പ്രകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ശുപാർശ എന്നല്ലേ പറയാറ്. ഇതിട്ടാലേ നമുക്ക് 1 മാർക്ക് തരുള്ളൂ, എന്നിട്ട് അവർ നമ്മളെ തെറ്റുപഠിപ്പിക്കുക അല്ലേ? ഓക്കെ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആണ് ബാലകൃഷ്ണ എ റാഡി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ കണ്ട ക്വസ്റ്റ്യൻ വന്ന് ആദ്യം 2019, 1986 ദേശീയ ഉപഭോക്തൃ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന് ഒരു ലെവൽ മാറി വരുന്നുണ്ടോ? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആദ്യ പ്രസിഡന്റ് ജസ്റ്റിസ് വി ബാലകൃഷ്ണ എ റാഡി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം റേഷൻ കാർഡ് ഉടമയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ് കേട്ടോ. 18 വയസ്സാണ്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഒന്ന് താഴെ അഭിപ്രായം കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ. സപ്പോർട്ട് വേണം കേട്ടോ, തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് അടുത്ത എക്കണോമിക്സ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് ക്ലാസ് 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്കണോമിക്സ് തീർക്കണം കേട്ടോ. ഭരണ സംവിധാനം കഴിഞ്ഞു, നമുക്ക് എക്കണോമിക്സ് കഴിഞ്ഞു. അങ്ങനെ മാർക്ക് ഏരിയയുള്ള ഭാഗം കൂടുതൽ പഠിച്ചു പോകാം കേട്ടോ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്, പഠനത്തിൽ ഉൾപ്പെടുത്തിയേ തീരൂ. തീർച്ചയായിട്ടും താഴെ അഭിപ്രായം രേഖപ്പെടുത്തണേ. നമുക്ക് ഉടനെ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.